ആഭാരവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോണത് പരശുരാമ അവതാരത്തിൻ്റെ അവസാന ഭാഗവും കാർത്തിവീരാജൻ്റെ കഥയുമാണ് പറയാൻ പോണത്. അങ്ങനെ കാർത്തിവീരാജനെ കൊന്ന ശേഷം അച്ഛനെ കൊന്ന ആ ദുഃഖം തീർക്കാൻ വേണ്ടി ക്ഷത്രിയ വംശത്തിനെ 21 പ്രാവശ്യം നശിപ്പിച്ചു പരശുരാമൻ. 21 വട്ടം. അതെന്താ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ജമദഗ്നി മരിച്ച സമയത്ത് 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞു. അതിനെ കാട്ടാൻ വേണ്ടി 21 വട്ടം അദ്ദേഹം ചെയ്തു. 21 വട്ടം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു പ്രാവശ്യം എല്ലാ ക്ഷത്രിയന്മാരെയും കൊന്നു. അതിനുശേഷം അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ്സിന് പോയി. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ക്ഷത്രിയ സ്ത്രീകളും വിധവകളായ ക്ഷത്രിയ സ്ത്രീകളും യൗവനത്തിലുള്ള ക്ഷത്രിയ സ്ത്രീകളും എന്ത് ചോദിച്ചാൽ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ പുരുഷന്മാരെ വിവാഹം ചെയ്തും അവിഹിത ബന്ധം പുലർത്തിയും ക്ഷത്രിയ വംശത്തിനെ വർദ്ധിപ്പിച്ചു. ജനിക്കുമല്ലോ, കുട്ടികൾ ജനിച്ച അന്ന് ക്ഷത്രിയ വംശം വർദ്ധിപ്പിച്ചു. അപ്പോൾ പരശുരാമന് ഇത് ജ്ഞാനശക്തിയാൽ മനസ്സിലായി ഇങ്ങനെ സംഭവിച്ചു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നു. ഈ ക്ഷത്രിയന്മാരെ എല്ലാം വീണ്ടും വധിച്ചു. അപ്പോൾ വീണ്ടും വിധവകളായി പെൺകുട്ടികളൊക്കെ ഉണ്ടായി. ഇങ്ങനെയായി അദ്ദേഹം തിരിച്ചുപോയി. ഇങ്ങനെ 21 പ്രാവശ്യം അദ്ദേഹം വരും കൊല്ലും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒടുവിൽ 21ാമത്തെ പ്രാവശ്യം കുറേ ക്ഷത്രിയന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെയെല്ലാം കൊന്ന് അവരെയെല്ലാം രക്തം കൊണ്ട് തർപ്പണം അർപ്പിച്ച് അപ്പോഴേ അദ്ദേഹം ശാന്തനായുള്ളൂ. അതിനുശേഷം വെട്ടിപ്പിടിച്ച എല്ലാ സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. രാജ്യങ്ങളെല്ലാം കശ്യപ പ്രജാപതിക്കും കൊടുത്തു. കശ്യപന് ഇത് വാങ്ങുന്ന സമയത്ത് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം പരശുരാമനാണ് ആള്, അവതാര പുരുഷനാണ്, അദ്ദേഹം ജ്ഞാനിയാണ്, അദ്ദേഹത്തിനറിയാം. പക്ഷേ ഇദ്ദേഹം എന്തെങ്കിലും ശപിച്ചാലോ എന്നുള്ള അധൈര്യം കൊണ്ട് കുറച്ച് പേടിച്ചു. പക്ഷേ എല്ലാം വാങ്ങി. അങ്ങനെ അദ്ദേഹം ആ അവതാരത്തിൻ്റെ അവസാന ഘട്ടം അവസാനിപ്പിച്ച് വീണ്ടും തപസ്സിന് പോയി. ഇനി കാർത്തിവീരാർജുനൻ, അദ്ദേഹത്തിനാണല്ലോ അദ്ദേഹം കൊന്ന. അദ്ദേഹം ആരാണെന്ന് കൂടി നമുക്ക് അറിയണ്ടേ. യയാതിക്കും ദേവയാനിക്കും കൂടി 2 പുത്രന്മാരുണ്ടായെന്ന് നമ്മൾ പറയണ്ടായി. ഒന്ന് യദു, രണ്ടാമത് തുർവാസാവ്. യദുവിൻ്റെ പരമ്പരയിലാണ് വിഷ്ണു എന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. യദുകുലത്തിൻ്റെ പരമ്പര. ആ പരമ്പരയിൽ കാർത്തിവീരാർജുനൻ ജനിച്ചു. ഈ പരമ്പര പറയുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടോ, അന്നത്തെ രാജാക്കന്മാരൊക്കെ വളരെ കാലം ജീവിച്ചിരുന്നുണ്ട്. അപ്പോൾ പരമ്പര പറയുന്നത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അത് ഇടയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടാവും. അതൊന്നും നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ആ വംശത്തിൽ ഈ കാർത്തിവീരാർജുനൻ എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് മുമ്പുള്ളതുമാരേക്കും നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ വിഷ്ണുവിൻ്റെ പരമ്പരയിൽ അദ്ദേഹം ജനിച്ചു. ഹേഹയ രാജ്യമായിരുന്നു. ഹേഹയ രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. മഹിഷ്മതി എന്ന പട്ടണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഈ കാർത്തിവീരാർജുനൻ എന്ന പേര് കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? ഒരു അസുരനാണ്, രാക്ഷസനാണ് എന്നൊരു തോന്നലുണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ നേരെ വിപരീതമാണ് അദ്ദേഹം. ഭയങ്കരമായ ഭക്തനാണ്, ഭയങ്കരമായ ദാനശീലനാണ്, ആർക്കും എന്തും കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. 10 ഭാര്യമാരും 1005 കുട്ടികളും ഉണ്ടായിരുന്നു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട് 10,005 എന്ന്. അത് പല പുരാണങ്ങളിലും പല വിധത്തിലും പറയും. അത് നമ്മൾ കണക്കാക്കുന്നുണ്ട്. 1005 പുത്രന്മാരുണ്ടായിരുന്ന ഭാഗവതത്തിൽ പറയണം. അങ്ങനെ അദ്ദേഹം വളരെ
പ്രശസ്തനാണ്. നാടുവാഴിയായിട്ടും ജനങ്ങളായിട്ടും എല്ലാവരും. കാർത്തിവീരാജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാനശീലനും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം അത്രീപുത്രനായ ദത്താത്രേയ മഹർഷിയെ തപസ് ചെയ്ത് കുറേ വരങ്ങൾ വാങ്ങി. ആരാണ് ഈ അത്രീപുത്രനായ ദത്താത്രേയൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നാരദ മഹർഷി സരസ്വതി, മഹാലക്ഷ്മി, പാർവതി ഇവരെ പാതിവൃത്യം പരീക്ഷിച്ചു. ആ സമയത്ത് 3 കുട്ടികളുണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ദത്തൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ദത്താത്രേയൻ. ആ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം വെറുതെ വിഷമിക്കേണ്ട പറഞ്ഞിട്ട് പറയുന്ന സമയം കൊണ്ടാണ്. ദത്താത്രേയൻ, ഈ ദത്താത്രേയനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് കുറേ വരങ്ങൾ സംഭവിച്ചു. എന്താണ്? 1, 1000 കരങ്ങൾ ഉണ്ടായിരിക്കണം എനിക്ക്. ദത്താത്രേയൻ കൊടുത്തു. 6 വരങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഈ 6 വരങ്ങളും അദ്ദേഹം കൊടുത്തു. അതിലൊന്നാണ് 1000 കൈകൾ ഉണ്ടായിരിക്കണം. അത് കൊടുത്തു. പിന്നെ എന്താ? അഷ്ടൈശ്വര്യങ്ങൾ. 8 ഐശ്വര്യങ്ങളാണ്. അത് ഏതൊക്കെ ഞാൻ പറഞ്ഞില്ല. 8 ഐശ്വര്യങ്ങൾ, അഷ്ടൈശ്വര്യങ്ങൾ എനിക്ക് ഉണ്ടായിരിക്കണം. അതും കൊടുത്തു. നിത്യ യൗവനം, അതായത് മരണം വരയ്ക്കും അദ്ദേഹത്തിന് യൗവനം ഉണ്ടായിരിക്കണം. അതും നൽകി. ദീർഘായുസ്, ആയുസ് വളരെ കാലം ഉണ്ടായിരിക്കണം. 85,000 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു എന്ന് പറയണം. 85,000. ആലോചിച്ച് നോക്കൂ. ധ്രുവൻ 25,000 ഭരിച്ചുള്ളൂ. ഇദ്ദേഹം 85,000 വർഷം രാജ്യം ഭരിച്ചു എന്ന് പറയണം. അപ്പോൾ യൗവനവും കൊടുത്തു, ദീർഘായുസും കൊടുത്തു. ഇനി അജയനായിരിക്കണം, യുദ്ധത്തിൽ എന്നെ ആരും തോൽപ്പിക്കാൻ പാടില്ല, അതും കൊടുത്തു. ഇനി 6ാമത്തെ വരവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. എന്താണ്? ഹരിയുടെ കയ്യാൽ മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. ശ്രീഹരി, മഹാവിഷ്ണു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവതാരം ഉള്ള ഒരു പുരുഷനാൽ മാത്രമേ ഞാൻ വരിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ ഉള്ള വരങ്ങളെല്ലാം അദ്ദേഹം വാങ്ങി. അങ്ങനെ അത്രയും ശ്രേഷ്ഠനായ ഒരു മഹാനാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരിക്കൽ നദിയിൽ കുളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ 1000 കൈകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ തൻ്റെ ഭാര്യമാരും 10 ഭാര്യമാരുണ്ട് ജലക്രീഡകളൊക്കെ നടത്തിയിരിക്കുന്ന സമയത്ത് രാവണൻ, രാമായണത്തിൽ പറയുന്ന അതേ രാവണൻ തന്നെയാണോ? രാമായണത്തിൽ തന്നെയാണ് ഈ കഥയുള്ളത് കേട്ടോ. രാവണനും അവിടെ കുളിക്കാൻ പോയി. 2 സ്ഥലത്താണ്. നദി ഒന്ന്, ഒരാൾ ഒരു സ്ഥലത്ത്, ഒരാൾ. അതായത് രാവണൻ കുളിച്ചിരുന്നത് ദത്താത്രേയൻ കുളിച്ചിരുന്ന ഭാഗത്തിൻ്റെ എതിർവശത്ത്. മനസ്സിലായോ? അപ്പോൾ നദിയിൽ ഇങ്ങനെ ഒഴുകി വരണം. അപ്പോൾ രാവണൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത് നദിയിൽ ഒന്നായിട്ട് വെള്ളപ്പൊക്കം, ഭയങ്കര വെള്ളപ്പൊക്കം, രാവണനേക്കാളും വലിയ വെള്ളപ്പൊക്കം. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലല്ലോ, എന്താ ഇതിന് കാരണം എന്ന് ചാരന്മാരെ അയച്ച് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി, കാർത്തിവീരാർജുനൻ എന്ന ഒരു ക്ഷത്രിയ രാജാവ് കുളിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ 1000 കൈകൾ കൊണ്ട് വെള്ളം തടഞ്ഞിരിക്കുകയാണ്. ഈ തടഞ്ഞതുകൊണ്ട് ഈ വെള്ളം മുന്നോട്ട് കയറി വെള്ളപ്പൊക്കമായതാണ് പറഞ്ഞു. ഓ, രാവണന് പെട്ടെന്ന് ദേഷ്യം വന്നു. രാവണനൊരു അഹംഭാവി കൂടെയാണ് കേട്ടോ. മുന്നും പിന്നും ആലോചിക്കാതെ മുമ്പോട്ട് എടുത്ത് ചാടുന്ന ഒരു വ്യക്തി വേണം. അത് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വ്യക്തമായി അറിയാം. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആഹാ, ഈ രാജ്യത്തെ എന്നെക്കാളും വലിയവനാ, എന്നാൽ ഞാൻ അവന് ശരിയാക്കിയിട്ടുള്ളൂ പറഞ്ഞു പോയി. കാർത്തിവീരാർജുനൻ്റെ അടുത്ത് പോയി. അവർ തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടന്നു. രാവണന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മുടി പോലും പറിക്കാൻ പോയില്ല. അങ്ങനെ രാവണനെ ബന്ധിച്ച് കെട്ടി തൻ്റെ രാജധാനിയിൽ കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടു. 5 മാസം കാരാഗ്രഹത്തിലിട്ടു. ആലോചിച്ച് നോക്കണം.
കൈലാസത്തിനെ അമ്മാനെ ആടിയ, അമ്മാനെ പറഞ്ഞ ഇങ്ങനെ ആടുന്ന ഒരു കളിയുണ്ടല്ലോ, കൈലാസത്തിലെ ശിവനെയും മറ്റും അമ്മാനെ ആടിയ ആ രാവണനെ 5 മാസം കാരാഗ്രഹത്തിലിട്ട ആളാണ് ഈ കാർത്തികരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒടുവിൽ എന്തായി, പുലസ്ത്യ മഹർഷി ഈ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഈ രാവണൻ, പുത്രൻ്റെ പുത്രനാണ്. അദ്ദേഹം ഉടനെ ഓടിച്ചാടി വന്നു, ഇവിടെ കാർത്തികവീര്യൻ്റെ അടുത്ത് വന്നു, പറഞ്ഞു ഇങ്ങനെ തെറ്റുപറ്റി പറഞ്ഞു. ഇദ്ദേഹം വന്ന ഉടനെ ആ കാർത്തികവീര്യൻ എന്താ അറിയോ, അതാണ് എന്ത് ചെയ്തു അറിയോ, അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എടുത്തു കാട്ടുന്നത്. അദ്ദേഹം തൻ്റെ ശത്രുവിൻ്റെ അച്ഛനാണ്, മുത്തശ്ശനാണ് വന്നിരിക്കുന്നു എന്നല്ല കണക്കാക്കിയത്. അദ്ദേഹം വന്ന ഉടനെ കൈകാലുകൾ കഴുകി അദ്ദേഹത്തിന് ഭയങ്കര സ്വീകരണം കൊടുത്തു, രാജകീയ സ്വീകരണം കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, പക്ഷേ താങ്കൾക്ക് എന്താണ് ആവശ്യം, എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് പുലസ്ത്യൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എൻ്റെ പുത്രനാണ് രാവണൻ, രാവണൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാപ്പ് തരുന്നു, അതുകൊണ്ട് രാവണനെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹം രാവണനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു. അതിന് ശേഷവും അതിനു മുമ്പും രാവണനോട് അദ്ദേഹം ഒരിക്കലും ശത്രുത ഭാവിച്ചിട്ടില്ല. ആ ശ്രേഷ്ഠതയുടെ മഹിമയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. അത്രയും നല്ല ശ്രേഷ്ഠനാണ്. ഇനി നമുക്ക് യദുവംശത്തിൻ്റെ കഥയിലേക്ക് അടുത്ത് പോകണം. അത് വളരെ 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 വലുതാണ് കേട്ടോ, ഒരുപാട് എപ്പിസോഡ് ഉണ്ടാകും. കാരണം ശ്രീകൃഷ്ണൻ ജനനം ഒക്കെ ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് രാമായണവും വരും, രാമാവതാരം വരും. രാമാവതാരം ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ചെയ്യുക. നമസ്കാരം, നന്ദി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക, ധർമ്മോ രക്ഷതി രക്ഷിതക, ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.